പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ CPM പ്രവർത്തകൻ തൂങ്ങി മരിച്ചു. പാലക്കാട് പടലിക്കാട് സ്വദേശി ശിവനാണ് തൂങ്ങി മരിച്ചത്. മരുത റോഡ് പഞ്ചായത്തിലെ 4-ാം വാർഡായ പടലിക്കാട് റോഡരികിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM എത്തിയ ഓഫീസിലാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചത്. അന്വേഷണം ആരംഭിച്ച പോലീസ്. വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, അതിദാരുണമായൊരു സംഭവം ഇന്നും ഇന്നലെയുമല്ല, ഇതിനു മുമ്പ് ഒരു മാസം മുൻപ് എനിക്ക് തോന്നുന്നു ഈ പാർട്ടി ഓഫീസിൽ ഈ പ്രവർത്തകർ തൂങ്ങി മരിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ നിത്യ കാഴ്ചയായി മാറുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും അന്വേഷണം ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സഖാവ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് തൂങ്ങി മരിച്ചത്. ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? മാത്രമല്ല, ഇദ്ദേഹം ജീവനൊടുക്കാൻ നയിച്ച സാഹചര്യം അതെന്താണ്? പോലീസ് എന്താണ് വിശദീകരിക്കുന്നത്? നിലവിൽ പോലീസ് ഇതിന്റെ അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മരുത റോഡ് പഞ്ചായത്തിലെ 4-ാം വാർഡായ പടലിക്കാടാണ് ശിവൻ എന്ന 40-കാരൻ തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശിവൻ പിന്നീട് പാർട്ടി ഓഫീസിലേക്ക് എത്തി. പാർട്ടി ഓഫീസിൽ ഇത്തരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ്, CPMന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 40 വയസ്സ് കഴിഞ്ഞ് അവിവാഹിതനുമാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നിലവിൽ പോലീസ് പറയുന്നത്. അതേസമയം കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടുകാരോ നേതൃത്വമോ ഈ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? നിലവിൽ നേതാക്കളും വീട്ടുകാരും എന്താ സംഭവിച്ചത് എന്ന് അറിയില്ല എന്നുള്ള തരത്തിൽ തന്നെ മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ ദുരൂഹതയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി വരികയാണെന്നുള്ളതാണ്. ഓക്കെ അരുൺ, എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് CPM പ്രവർത്തകൻ തൂങ്ങി മരിച്ചത്. പടലിക്കാട് സ്വദേശി ശിവനാണ് തൂങ്ങി മരിച്ചത്.